ഇപ്പൊ ഈ ആസ് എ കമ്മ്യൂണിറ്റി ഇപ്പം ഞാൻ പറയണ ഇപ്പോഴും അവള് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് കടന്നത്. എത്രത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞാലും ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദുബായിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ദുബായിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അന്ന് സമയത്തും ഞാൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇവിടുന്ന് മെഡിസിൻ കൊണ്ടുപോകും, ദുബായിൽ കഴിക്കും. അപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലേസറിന്റെ പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വ്യക്തികൾ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ് ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു അവരോടൊന്നും കൂടെ. കാരണം ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി ചെറിയൊരു ലേസർ ട്രീറ്റ്മെന്റ് കേട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഓപ്പറേഷൻസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വരുന്ന ഫുള്ളി പൂർണ്ണമായൊരു സ്ത്രീ ആയ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ എത്രത്തോളം വിഷമത്തിലൂടെയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു പീരിയഡ്സിലൂടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം അവരുടെ റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയും വേദന സഹിച്ചിട്ടാണ് അവർ ഒരു പെണ്ണായി മാറുന്നത്. അപ്പോൾ അവരൊക്കെ വീണ്ടും പോയിട്ട് 9 അല്ലെങ്കിൽ ചാന്തുപൊട്ടാണ് അല്ലെങ്കിൽ മറ്റതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ടീം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഇപ്പം ഫസ്റ്റ് ജാസിയുടെ ഞാനൊരു എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി, ഒരു സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ ഫസ്റ്റ് ജാസി മീൻസ് ലൈക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ മാൻലി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, ബിയേർഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പിന്നെ എന്തിനാ ഇങ്ങനെ കോലം കിട്ടുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒന്നും കൂടെ തുറന്ന് പറയാൻ ഒരു പേടിയായിരുന്നു. എനിക്ക് ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ സ്വത്തം എന്താണെന്ന് തുറന്ന് പറയാൻ ഒരു പേടി, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം പോലെയായിരുന്നു. കാരണം എൻ്റെ ഫാമിലി ബാക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ആരും ഓക്കെ ആയിട്ട് വന്നിട്ടില്ല. ഫിനാൻഷ്യലി അവരൊന്ന് ഓക്കെ ആക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, എൻ്റെ സിസ്റ്റേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റേബിൾ ആവണം, ഓക്കെ ആണെന്ന് വിചാരിച്ചാണ് ആ സമയത്തൊന്നും പറയുന്നത്. പക്ഷെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആഷിനോട് എല്ലാം ഷെയർ ചെയ്യും, ഫാമിലിയോട് ഷെയർ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഓക്കെ ഫൈൻ, ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് വേണം. കാരണം കുറേ കാലം അവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്കായിട്ട് ഞാൻ ജീവിക്കണം. അല്ലെങ്കിൽ ഞാനത് എൻ്റെ ലൈഫിനോട് കാണിക്കുന്ന ഒരു വലിയ ഒരു തെറ്റാവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് നടക്കുന്നത്. ആ ബിയേർഡ് അപ്പോൾ ഒരു ശക്തിയായിരുന്നു, ഒരു കവചമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഇപ്പം ഈ സമയത്ത് ഈ ഒരു ഇതിൽ എനിക്ക് രാത്രി എത്രത്തോളം സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് താഴെയുള്ളത് കൊണ്ട് എനിക്ക് ഏത് രാത്രിയിലും എവിടെയും പോയി വരാമായിരുന്നു. കാരണം അതൊരു രക്ഷാകവചം പോലെ തന്നെയായിരുന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ. എനിക്കിഷ്ടമായിരുന്നു എൻ്റെ പണ്ടത്തെ ആ ഒരു ബിയേർഡ് ലുക്കൊക്കെ, എനിക്കിഷ്ടമാണ്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് വരികയാണ്. കാരണം ഒരുപാട് കമൻസിലൂടെയും ആൾക്കാർ, ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് ഏട്ടന്മാർ, ചേച്ചിമാരൊക്കെ കമൻസ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. രണ്ടുപേരും താടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? കാരണം ഓൾറെഡി ആഷിക്ക് കട്ടത്താടി ഉണ്ട്. ആഷിന് താടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ദുബായ്. അത് ശരി, അതാണ് തോന്നുന്നത് ഓയിലൊക്കെ അതിന്റെ ഒരു റീസൺ ആയിട്ടായിരിക്കും. ആഷിക്ക് ടിക്ടോക്കിൽ കുറെ ഫാൻസ് ഉണ്ട് ദുബായ്. നിങ്ങളുടെ ഫാമിലികൾ നിങ്ങളെ ആസ് എ കപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി മേ ബി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അക്സെപ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലോ. ഇനിയും കുറേ ആൾക്കാരെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾറെഡി അക്സെപ്റ്റ് ആയി. അപ്പം അതുകൊണ്ട് ഇനി മേ ബി ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ജാസിക്ക് 2 ഇത്താത്തമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ആള് ഫാമിലിയിൽ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് എത്രത്തോളം എഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന്? അവരുടെ ലൈഫ് കുറേയൊക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ഒരാൾ ഹസ്ബൻഡ് അങ്ങനെ വലിയ ഇതല്ല, ഇപ്പോഴും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളെ കുറിച്ച്. നമ്മൾ ഇങ്ങനെ ആയപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കൊരു ലൈഫ് ഉണ്ട്, അവരുടെ ലൈഫ് പോലെ നമ്മളെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കുറേയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് നിന്നല്ലേ, ഇനി കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ തുടങ്ങിയത്. ഉമ്മ ഇപ്പൊ ഹാപ്പിയാണോ? കുഴപ്പമില്ല. ഉമ്മ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തേക്ക് ഇടയ്ക്ക് വരും നിൽക്കും. കുഴപ്പമൊന്നുമില്ല. ഉമ്മക്ക് ഞാൻ എങ്ങനെയായാലും ഞാൻ ഹാപ്പി ആയി ഇരുന്നാൽ മതി. ആൾക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. ഞാൻ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ജാസി ഒരു നല്ല പാട്ടുകാരനാണെന്ന് ഞങ്ങൾക്ക് ചെറിയ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഓർമ്മയുണ്ടെങ്കിൽ ഈ പാട്ട് എനിക്കൊന്ന് പാടിത്തരണം. പഴയ പാട്ടാണോ? പഴയ സ്റ്റേജിൽ മൈക്കെല്ലാം മുടിച്ചിട്ടില്ല. അയ്യോ, ഇത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കല്ലേ, ഞാൻ ഇങ്ങനെയല്ല. അപ്പൊ എനിക്ക് വേണ്ടി ഈ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം, കളിയും
ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ മഴയും വെയിലും പൊഴിയും സിരയിൽ നിങ്ങൾ പാടുന്നു തന്നേ കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ കാത്തിരിപ്പൂവിന്നനല്ലേ കാലമിന്നോ മൗനമല്ലേ മൗനം തേരില്ലേ. ഇനി ആ പാട്ട് മാറിയിട്ട് ഈ പാട്ടിടും എല്ലാവരും. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, അതായത് ഒരു ഒഫീഷ്യലി അതൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആക്കണം, അല്ലെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സിനെയും എല്ലാം വിളിച്ചൊരു കല്യാണം നടത്തണം എന്ന് ആഗ്രഹമുണ്ടോ? അതൊരു സ്വപ്നമാണ്, പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ചില്ല. ഇപ്പം നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ, അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഡെവലപ്പ് ആക്കണം, ഒന്നും കൂടെ അതിൻ്റെ ബ്രാൻഡസ് വേണം, നെയിം ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വലിയൊരു ഡ്രീം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒഫീഷ്യലി എന്തായാലും ഒരു നല്ല ഒരു കല്യാണം ഉണ്ടാവും. ഞാനും അതിന് തീർച്ചയായിട്ടും എന്റെ എല്ലാ വിശ്വാസവും അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഏത് ഫേസിലാണ് ജാസി ഇപ്പൊ കൺവേർഷൻ ടുവേർഡ്സ് വിമൻ, അങ്ങനെ ബോഡിയും കൂടെ എനിക്ക് അറ്റൈൻ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടോ? ഓപ്പറേഷനെ കുറിച്ച് സർജറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. ഈവൻ ഇപ്പോൾ ആഷിക്കാണെങ്കിലും സർജറി ചെയ്യണം എന്നുള്ള വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അനന്യ സർജറി ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയതുകൊണ്ട് ഇത് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർജറി, ഇപ്പം ഞാൻ ദുബായിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദുബായിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സർജറിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ലൈക്ക് നമ്മളെ ബോഡിക്ക് നല്ലതാണ്. ലേസർ ചെയ്യുന്നത് എനിക്ക് ബിഎഡ് വെച്ച് നടക്കാൻ ഇപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബിഎഡൊക്കെ മാറ്റി ലേസർ ഒക്കെ ചെയ്ത് നടക്കുന്നത്. ചിലപ്പോൾ ഭാവിയിൽ ചിന്തിക്കാൻ സാധ്യത ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ ജീവിക്കാനാണ്. അതായത് ഒരു ടൈം പീരിയഡിൽ ജാസി എനിക്ക് തോന്നുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ പ്ലേറ്റ്സ് വാഷ് ചെയ്ത് മുന്നോട്ട് പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ആണ്, ഒരു പെർഫ്യൂം ഷോപ്പ്, അതും ദുബായിൽ. അപ്പോൾ ഈ ഒരു ജേണി, ഇങ്ങനെ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ഈ ഒരു ജേണിയെ കുറിച്ചും ഞാൻ ഫസ്റ്റ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മുന്നോട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഓൺ ഷോപ്പല്ല, നമ്മളവിടെ വർക്കിംഗ് പാർട്ട്നേഴ്സാണ്. അതിന് മെയിൻ നമ്മുടെ സപ്പോർട്ടിങ്ങും നമ്മൾ അത്രയും ഹെൽപ്പും ചെയ്തത് ഫാമിലിയാണ്. ആൾ കാലിക്കറ്റുള്ളൊരു വ്യക്തിയാണ്. ആളുടെ വൈഫുമാണ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു ഷോപ്പിനൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ നിന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എനിവേ നിങ്ങൾ ആസ് എ കപ്പിൾ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർക്കും അതുപോലെ തന്നെ അവർക്ക് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടു ബ്രിങ് സമ്മൺ ടു ദിസ് വേൾഡ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? എനിക്കിഷ്ടമാണ് കുഞ്ഞുങ്ങളെ, എനിക്കിഷ്ടമാണ് നല്ല കുട്ടികളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആഷിക്കാണെങ്കിലും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈവൻ ഷോപ്പിലൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ ആഷി പോയി എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കുട്ടീനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല. ഭാവിയിൽ നമുക്കൊരു കുട്ടി വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾ നമ്മളൊന്ന് ഫിനാൻഷ്യൽ ഒന്നുകൂടെ നമ്മൾ കുറേ സ്റ്റേബിൾ ആവാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നല്ലൊരു എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങളൊരു കുട്ടീനെ ദത്തെടുക്കല്ല, ഞങ്ങൾ ഓൾറെഡി ചെയ്യും. അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ.